GHFന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ ഒരു ഗാർഡൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കിഡിലെന്നൊരു ചെടിയാണെന്ന് പരിചയപ്പെടുന്നത്. നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ ഇലകളൊന്നും ഇല്ലാത്ത ഒരു തണ്ട് പോലെ മാത്രം നിൽക്കുന്ന ഈ ഒരു ചെടിയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. കുറച്ച് പേർക്കൊക്കെ അറിയാവുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഇത്. വാട്ടർ ബാമ്പു എന്നോ അല്ലെങ്കിൽ ഹോസ്റ്റൈൽ എന്നോ ഒക്കെയുള്ള പേരിൽ അറിയപ്പെടാറുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ യാതൊരുവിധ വളവും ഇല്ലാതെ വലിയ കെയറും രോഗകീടബാധയൊന്നും ഇല്ലാതെ ഏറ്റവും എളുപ്പത്തിൽ ഫാസ്റ്റായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ ഔട്ട്ഡോറിലും ഇൻഡോറിലും നമ്മുടെ പോണ്ടുകളിലൊക്കെ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ചെടിയാണ് ഈ വാട്ടർ ബാമ്പു എന്ന് പറയുന്നത്. ലക്കി ബാമ്പു എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു ചെടിയാണ്. എന്നാൽ വാട്ടർ ബാമ്പു എന്ന് പറയുന്നത് അത്ര വലിയ പരിചിതമല്ലാത്തൊരു ചെടിയും കൂടിയാണ് നമ്മൾ കേരളീയർക്ക്. ഇത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണെന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് ഇത് കണ്ടില്ല, ഇതേപോലുള്ള മുളയുടെ രൂപത്തോട് സാദൃശ്യം തോന്നുന്ന തണ്ടുകളാണ് ഇവയുടെ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതേപോലത്തെ ഈ ചോട്ടിൽ നിന്നും പടപടാന്നും മുളകൾ പൊട്ടി ഇറങ്ങുകയും അത് എല്ലാം തന്നെ വളർന്ന് കയറുകയാണ് പതിവ്. ഇത് ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈർപ്പം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ചെളിയൊക്കെ കുഴഞ്ഞു കിടക്കുന്ന രീതിയിൽ വളർത്തിയെടുക്കുകയാണെങ്കിലാണ് നല്ല രീതിയിലുള്ള ഫാസ്റ്റ് ഗ്രോത്ത് കിട്ടുന്നത്. അല്ല നമ്മൾ ചെടിച്ചട്ടിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് വളർത്തുകയാണെങ്കിൽ അത്രയും വലിയൊരു ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്തും അതേപോലെ ചെടിയുടെ വലിയ നല്ലൊരു അട്രാക്ഷനോ അല്ലെങ്കിൽ ഇടതിങ്ങിയുള്ള വളർച്ചയൊന്നും കാണിക്കത്തില്ല. പകരം ചെറിയ രീതിയിൽ വളർന്നു കയറി വരുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ നല്ല രീതിയിൽ എപ്പോഴും വെള്ളം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇവയെ വളർത്തുന്നതെന്നൊരിൽ അടിപൊളിയായിട്ട് ചെടി വളരും. ഇപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്ന ചെടി എന്ന് പറയുന്നത് ഇത് നമ്മളാണെന്നൊരിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് സെയിലിന് വേണ്ടി തയ്യാറാക്കിയ ഒരു ചെടിയാണ്. അപ്പോൾ അതിൽ നിന്നും ഒന്ന് നമ്മൾ എടുത്തും വെച്ച് നമ്മുടെ പുതിയ ഒരു ഗപ്പി ടാങ്ക് ഉണ്ട്, കാണിച്ചു തരാം. ഇതുണ്ടോ, പുതിയൊരു ഗപ്പി ടാങ്കാണ്. അപ്പോൾ പുതിയ ഒരു വെറൈറ്റി വരുന്നതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെടി ഇറക്കി വെച്ചിരിക്കുന്നത് അടിയിലൊരു ഇഷ്ടിക കൊടുത്ത് ഹൈറ്റ് ക്രമീകരിച്ചുകൊണ്ട് അതിലേക്കാണ് ഈ ചെടി ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പം എപ്പോഴും ചുവട്ടിലൊരു ഹാഫിന് താഴെയായിട്ട് വെള്ളം എപ്പോഴും കാണും. എന്നാൽ ഒത്തിരി ഓവർ വെള്ളം അല്ലാത്ത രീതിയിൽ നമുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ മേളിൽ വെള്ളം ഇല്ലാത്ത രീതിയിലും അടിയിൽ നല്ല വെള്ളമുള്ള രീതിയിൽ വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പട്ടപട്ടാന്ന് ഇതിനകത്ത് ഷൂട്ട് പൊട്ടി വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ട് ഈ രീതിയിലുള്ള തണ്ടുകൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടോ, അതായത് ഇതേപോലുള്ള നോഡിന് താഴെ വെച്ച് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ വെച്ചിട്ടോ മണ്ണിൽ വെച്ചിട്ടോ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. പക്ഷേങ്കിൽ ആ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് സമയമെടുക്കും. അതായത് 2-3 മാസത്തോളം ഇവ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സമയം എടുക്കാറുണ്ട്. അതിലും എളുപ്പമായിട്ടുള്ളതെന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ, ഇവയെല്ലാം കൂടി ഒന്നിച്ച് കൂടി നിൽക്കുകയാണ്. എന്നാൽ അതിന് ശേഷം തന്നെ ഈ ചെടി കണ്ടോ, ഈ 2 തണ്ടുകളാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് മാറി മാറിയാണ് കിളുത്ത് വന്നേക്കുന്നത്. അപ്പോൾ അത്തരം സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വരുന്ന ചെടികളെ നമുക്ക് അവിടുന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചെടി മൊത്തത്തിൽ പറിച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് പറിച്ച് മാറ്റിയിട്ട് കിളിപ്പിച്ചെടുക്കാൻ സാധ്യമാണെന്നാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ വെള്ളം ക്രമീകരിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെടി കിളിപ്പിച്ചെടുക്കാൻ സാധ്യമാണെന്നാണ്. ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതേപോലൊരു നമ്മൾ പോണ്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയും അതേപോലെ തന്നെ പാർട്ടീഷനുകളിൽ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ചെയ്യുന്ന എന്നാൽ ഒത്തിരി മെയിൻ്റെനൻസ് ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടി എന്നുള്ള രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ കൂടുതൽ പേർക്കും അത്ര വലിയ സുപരിചിതമല്ലാത്തൊരു ചെടി കൂടിയാണ് ഈ വാട്ടർ ബാമ്പ് എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്, യാതൊരുവിധ രോഗകീടബാധയോ കെയറോ അങ്ങനെയൊക്കെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ അത് വരുന്ന ഒരു ഇതെന്ന് വെച്ചാൽ വെയിൽ കൂടുതലാണെങ്കിൽ ചെടി അഴുക്കാവും, അതേപോലെ തന്നെ വെള്ളം കുറവാണെങ്കിലും ചെടി അഴുക്കാവും എന്നുള്ളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും വെള്ളം നിൽക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇൻഡോർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ചട്ടി വെച്ചതിന് ശേഷം അതിൻ്റെ അടിയിലേക്ക് ഈ വെള്ളം കളക്ട് ചെയ്യാനുള്ള പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് എപ്പോഴും നിർത്തി കഴിഞ്ഞാലും നമുക്ക് ഇൻഡോറിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഈ വാട്ടർ ബാമ്പ് എന്ന് പറയുന്നത്. വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും നമുക്ക് വർഷത്തിലൊരിക്കൽ എന്തെങ്കിലും ഒരു ജൈവവളം ഇടയ്ക്കൊന്ന് ഇളക്കിയും വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം കൊടുത്ത് തിരിച്ച് വയ്ക്കുക എന്നുള്ള രീതിയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇവ പാർട്ടീഷനിലാണ് കൂടുതലായും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിലയും കാര്യങ്ങളൊക്കെ ഇൻഡോർ ഷോപ്പുകളിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ വിലകൾ വരാറുണ്ട്. ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതേപോലെ ഇടതിങ്ങി വളരുന്നതായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പോട്ടിൽ നല്ലൊരു ചെടി രീതിയിൽ ഇടതിങ്ങി ചെടി സെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത്ര വലിയ ഈ കവറിലുള്ള പ്ലാന്റിന് അത്ര വലിയ റേറ്റ് വരില്ല എങ്കിലും നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ചെടിക്ക് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇത്രയുമാണ് ഈ ചെടിയുടെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ കിളിപ്പിച്ചെടുക്കാൻ പറ്റുന്നത് ഈ തണ്ടിൻ്റെ ഈ തണ്ടിൻ്റെ ഇടയ്ക്കൊന്ന് തന്നെ മുകുളം പോലെ 2 എത്ത് പൊട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആ മുകുളം നമുക്ക് കട്ട് ചെയ്തെടുത്തും വെച്ച് നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ സാധ്യമാണെന്നാണ്. തണ്ടിൽ നിന്ന് കിളിപ്പിച്ചെടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത മാസങ്ങളെടുക്കും അത് വേര് വന്ന് ചെടിയൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ചെടികളെ മുറിച്ചെടുത്ത്
കിളിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ മുറിച്ചെടുത്ത് വേറെ പുതിയൊരു ചട്ടിയിലേക്ക് മാറ്റുക എന്ന് പറയുന്ന പരിപാടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.